ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിരിക്കുന്നു, ദൈവം സഹായിച്ചു ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയി, കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയതേ ഇല്ല. ഇന്നലെ ആണെങ്കിൽ ഒന്നും എടുത്തില്ല, കാരണം ഇവിടെ മഴ പെയ്തപ്പോഴത്തേക്കിന് കറണ്ട് പോയി. അന്നേരം ഒട്ടും വെട്ടം കാണത്തില്ല അടുക്കളയിലൊന്നും, പിന്നെ എടുക്കാൻ പറ്റിയില്ലൊന്നും. അപ്പോൾ ഈ ഉള്ള വീഡിയോ ഞാനങ്ങ് ഇട്ടതാ. ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളു ഇവിടെ. പിന്നെ ഞങ്ങൾ എറണാകുളത്തോട്ട് പോവും. പിന്നെ അവിടുന്ന് ഡാഡിയും റീച്ചാനൊക്കെ ഇന്ന് തിരിച്ചിട്ടുണ്ട് നാട്ടിലത്തേക്കിന്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ബോംബെക്ക് പോകും. ഇവിടെ എപ്പോഴേ എല്ലാവരും മ്ലാനതയായിട്ടുണ്ട്. കൊച്ചൊക്കെ ആണെങ്കിലും പോവാമെന്ന് പറഞ്ഞോണ്ടേ നമ്മളൊന്ന് പറയണമല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ രാവിലെ ഒരു 8 മണിക്കൊക്കെ പോകും. ചിലപ്പം കൊച്ചുങ്ങൾ ഉറങ്ങുവാണെങ്കിലോ കൂടെ വരണമെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും വിഷമമാണ്. ഇവിടുന്ന് ഡയറക്റ്റ് പോകുമായിരുന്നെങ്കിൽ വല്ല ചക്കയൊക്കെ പറക്കിക്കൊണ്ട് പോയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 2-3 ദിവസം എറണാകുളത്തുണ്ടല്ലോ, അതുകൊണ്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ടുള്ള വിഷമമുണ്ട്. അല്ലെങ്കിൽ ചക്കയൊക്കെ വെട്ടിപ്പറക്കി 2 മണിക്കൂർ കൊണ്ടങ്ങ് എത്തുമല്ലേ, കൊണ്ടുപോയിരുന്നു. ഓക്കെ, ഇനി ഞാനിരുന്ന് വീഡിയോ കാണേ. ചെറിയ വീഡിയോ കേട്ടോ, ഉച്ചമോൻ്റെ കുറച്ച് സംഭാഷണങ്ങളൊക്കെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കറിയായിരുന്നു. അപ്പോൾ അപ്പമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ആദ്യം ആങ്ങളെയും അനന്തരവന്മാരും മക്കളോട് ഇരിക്കും. അതിനുശേഷം പിന്നെ ഞങ്ങളോട് കഴിക്കും. അപ്പോൾ എല്ലാം രാവിലത്തെ എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഈ കൊലയെന്ന് പറയുന്നത് ഞാൻ അത് വാഴയുടെ അവിടെ നിന്നപ്പോൾ തന്നെ, വാഴക്കൊലയിൽ നിന്നപ്പോൾ തന്നെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ആ ബെൻസിയുടെ അവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്കിനത് ഇതങ്ങ് ആയി വിളഞ്ഞ്. അപ്പോൾ ആങ്ങളെ അത് വെട്ടി വെച്ചിരുന്നു. ഇപ്പോൾ അത് പഴുത്ത്. അപ്പം ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇറുന്ന് വീഴാൻ തുടങ്ങുക. ഇതാണ് മെഴുകുതിരിപ്പഴം എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഷുഗറുകാർക്ക് നല്ല, അവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഒരു റോബസ്റ്റാടെയൊക്കെ ഒരു ഇനത്തിൽപ്പെട്ടതാണ്. പക്ഷേ അത്രയും മധുരമൊന്നുമില്ല, ഒരു ഇത്തിരി പുളിപ്പ് പോലെയും, ഒത്തിരി അങ്ങ് ഓവർ മധുരവും ഇല്ല. അപ്പോൾ ഇത് അടിപ്പടലെ അങ്ങ് പഴുത്ത് ഇങ്ങനെ, അപ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തൊട്ടപ്പോഴത്തേക്കിന് അതങ്ങ് വീഴുക. അപ്പോൾ ഞാൻ അതങ്ങ് ഇളക്കി പറിച്ചിട്ടേ അങ്ങ് മാറ്റി വെച്ചാൽ പിന്നെ പോളിനും പ്രൈസിനും അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാനും അമ്മയും ഞങ്ങളെയൊക്കെ കഴിക്കും. അപ്പം അന്ന് വാങ്ങിച്ച ഉണക്കമീൻ ഇങ്ങനെ അടുപ്പുംകരയിൽ ഇങ്ങനെ പേപ്പറിലിട്ടേക്കും. ആ പേപ്പറിൽ ഇട്ടുകൂടാന്ന് അറിയാം, അവർ തന്നതും പേപ്പറിലാണ്. പിന്നെ അടുപ്പുംകരയിൽ എങ്ങനെ ഇടുന്നത്, അത് ഇച്ചിരി ഒന്ന് നനവ് മാറിയിട്ട് ഈ കൊട്ടയ്ക്കകത്തിട്ട് അടുപ്പുംകരയിൽ വെക്കാമെന്ന് വെച്ച്. ഇപ്പോൾ വെയിലില്ലല്ലേ, മഴയാണ്, നല്ല മഴയാണ്. എന്തുവന്നാലും കുറച്ച് അവിടെ കിടന്നൊന്ന് ചൂട് കൊള്ളട്ടെ. ഇപ്പോൾ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അരി അങ്ങ് അടപ്പത്തിട്ടാൽ പിന്നെ വിറകടുപ്പിലാണ് കഞ്ഞി വെക്കുന്നത്. അപ്പോൾ അരി കഴുകിയിടുവാണേ. എരിവ ചെറുക്കന്മാരോട്ടിരുന്ന് കളിക്കുക. അയ്യോ എൻ്റെ അമ്മയെ, ഒരു പട്ടി അത് ഞാൻ കണ്ട് ഓടി. അതിന് ജോഷാ കയറി വരുന്നു. എടാ ഇനി വാടാ. അവൻ വീട്ടിലുണ്ടെങ്കിൽ ആരെങ്കിലും ഓട് വട്ടി എന്നൊന്നും, അതേ ഇവിടുത്തെ ഒരു കോഴിയുണ്ട്, ആരേലും നമ്മൾ മനുഷ്യരടുത്ത് കിടന്ന് പോയാലും അതങ്ങ് പതുങ്ങി അവിടെ ഇരിക്കും. അങ്ങനെ ആ കോഴികളെ കൂടുതലും കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ അവൻ ആരേലും ഒന്ന് പറഞ്ഞാൽ ഉടനെ അവൻ ഇറങ്ങിച്ചാടും, ഓടട പട്ടി എന്നും പറഞ്ഞ്. ജേക്കിങ് വന്നേ, കഴിച്ചോടെ വല്ലോ? എന്താ കഴിച്ചു? ദോശയും പീന. അവന് ദോശയും പീന, സാമ്പാർ ഉണ്ടായിരുന്നു, അവന് വേണ്ട. പീനട്ട് ബട്ടർ നാളെ കൂട്ടും. വയറ് ഫുള്ളാവും. നീ എത്ര ദോശ തിന്നടാ? ജോഷ്മാനെ ഇങ്ങോട്ട് നോക്കി പറയാം, എത്ര ദോശ തിന്നു? 1. 2 തിന്നു. പ്രൈസ് ചാച്ചന്റെ അടുത്ത് പോയിരിക്കളെ, വീഡിയോ എടുക്കും ആന്റി. എടാ കൈ താത്തിട്, ദാണ്ട് ഇപ്പുറത്തിരി.
അതല്ല, നിനക്ക് നീ സ്കൂളിൽ എന്തോ ടിഫിൻ കൊണ്ടുവന്നേ? ആ, എന്തോ ചോറാന്നോ കൊണ്ടുവന്നേ? ചോറും സ്നാക്സും. ചോറിന് എന്തോണ്ട് കൂട്ടാൻ? ജേക്കിന് വറുത്ത മീമി. നിനക്ക് ഇഷ്ടമല്ല? അവൻ മീൻകാരനാ. ഒരാള് പറ. ആ, അവിടെ ഇരി. ജോഷ്മോൻ എന്തോ ഇഷ്ടം? നീ തിന്നാത്ത എന്താ? വേണ്ട. പിന്നെ എന്തോ ഇഷ്ടം? ഇവര് മീൻചാറൊന്നും ഒഴിച്ച് കഴിക്കത്തേ ഇല്ല. ആന്ന്, അവൻ ഇന്നലെ രാത്രി എന്റെ അവിടെ കൊണ്ടുതന്നു. ആ, ജോഷുമോനെ. ആ, ഇവിടെ ഇരുന്ന് കളിക്കല്ലേ. ബെസ്റ്റ് ഫ്രണ്ട് ആരാ? അബി. പിന്നെ അബിയുണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അബി അല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജോഷും അബിതാണ്. അത് വായിച്ചാൽ ഒരു പോയാ. ടീച്ചർ അടിക്കോടാ? അടിക്കിട്ടില്ല. എന്താ പറഞ്ഞേ? കുതുത്തക്കേട് കാണിക്കുമ്പോ ടീച്ചർ അടിക്കും. വടിയുണ്ടോ ടീച്ചർ? അല്ലെങ്കിൽ ടീച്ചർ ചെവിക്ക് ഇങ്ങനെ പിടിക്കും. എടാ വെക്കോടെ. നീ അങ്ങനെ കരയാമോ? കൈ കൊണ്ടാന്നോ വടി കൊണ്ടാന്നോ? കാൽ താത്തി വെച്ചേക്കളെ. കുട്ടപ്പായി കാൽ താത്തി വെച്ചേ. ആ, പിന്നെ എടുത്ത് തരാം. പോളെ ആ മുറിന്ന് അതിങ്ങ് എടുത്ത് കൊടുക്ക. ABCD. ആ, ജേക്കിനെ അടിച്ചിട്ടുണ്ടോ? ജേക്ക് മോനെ അടിക്കോടാ? ഞങ്ങളുടെ കൂടെ ബോംബെ വരുന്നോ? നീ വരുന്നോ? വരും. ആ, പിന്നെ സ്കൂളിൽ എങ്ങനെ പോവും? നിന്റെ സ്കൂള് തുറക്കും 4-ാം തീയതി. നിന്റെ സ്കൂളേ 4-ാം തീയതി തുറക്കും. അപ്പൊ സ്കൂളിൽ പോണം. ഈ പിള്ളേർക്കൊക്കെ ഇപ്പോഴേ ഹിന്ദി ഉണ്ട്. ഇനി നീ ഏത് ക്ലാസ്സിലോട്ടാടാ പോന്നെ? UKG ABCD ഉണ്ട്. അന്നേരം UKG ABCD പഠിക്കാൻ പോകും. 9 o'clock ആയി. 9:30 ആയി. 9 o'clock ആയി. 9:06 9:30 9:03 9:15 പിന്നെ 9:12 9 o'clock. ഇപ്പൊ മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. ഇന്നലെ മഴയുണ്ടായിരുന്നോ ജോഷേ? ഇന്നലെ മഴയുണ്ടായിരുന്നോ?
ഭയങ്കര മഴയായിരുന്നു ഇല്ലി, കറണ്ടൊക്കെ പോയി. ഞാനൊരു ദിവസം നിങ്ങളോട് മഴ പെയ്തു. അപ്പൊ ഞാൻ പേടിച്ചു. ബേബി ആയിരുന്നോ? ബേബി ആയിരുന്നു. എന്നാൽ പേടിച്ചോ? പേടിച്ചു. ഡാഡിന്റെ തലമണ്ട കേറി ഒളിച്ചിരുന്നു. വാടിയുടെ തലമണ്ട കയറിയിരുന്നു ഒലിച്ചിരുന്നോ? ആ, സത്തിനകത്ത് കേറി ഒളിച്ചിരുന്നു. പിന്നെ ഇങ്ങനെ കള്ളം പറയല്ലേടാ നീ. ഡാഡിക്ക് നടക്കാനും പോലും വയ്യ. പിന്നെ ആ കണ്ടു അപ്പോഴേ ഞാൻ ബേബിയായി. പിന്നെ ഞാൻ ബേബിയായപ്പോൾ സത്തിലിറങ്ങി ചാട്ടം കണ്ടപ്പോൾ ഡാഡിക്ക് ഏടി വന്നു. ഓക്കെ. ആങ്ങളെ പോയി വാങ്ങിച്ചോണ്ട് വന്ന ബർഗർ. അപ്പം ഞങ്ങൾ പോയതുകൊണ്ട് ഉള്ളതെല്ലാം ഞങ്ങളെ തീറ്റിച്ചുവിടുക, പിള്ളേർക്ക് കൊതിയാന്നും പറഞ്ഞു. ഇത് ചിക്കൻ റോള്. അപ്പോൾ ഇതെല്ലാവർക്കും കൂടെ കൊടുക്കാം. പിന്നെ അലുവ, ഇനി 2-3 ദിവസമേ ഉള്ളെന്നും പറഞ്ഞ് എല്ലാം അടിച്ച് തീറ്റിക്കുക. എന്നെയല്ല, കൊച്ചുങ്ങൾക്ക് കൊതി ആയതുകൊണ്ടാണ് ഈ വാങ്ങിച്ചോണ്ട് വരുന്നത്. ഞങ്ങളില്ലെങ്കിൽ പിന്നെ കൊച്ചുങ്ങൾക്ക് അങ്ങനെ ഒന്നും വാങ്ങിച്ചങ്ങനെ ആവശ്യത്തിനുള്ളത് കൊടുക്കും. ഇങ്ങനെയുള്ളതൊന്നും വാങ്ങിച്ചു കൊടുക്കത്തില്ല. ഇവിടെ ഈ കൊച്ചുങ്ങൾക്കും ഇതിൻ്റെ അകത്തൊക്കെ പച്ചക്കറികൾ തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പോള് പറയും ഞാൻ മിണ്ടത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് ജിയക്ക് മോൻ ഇല്ല ഞാൻ തിന്നാന്ന് പറയും. കാരണം പോള് മിണ്ടത്തില്ലെന്നും പറഞ്ഞ് ഉടനെ പോയി ഇല്ലടാ ഞാൻ ഉമ്മ തരാം അച്ഛ ചോദാതെന്ന് പറഞ്ഞ് വേണ്ടെങ്കിലും പാവം തിന്നു. ഈ പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. നമുക്ക് അവിടെ ഒന്നും കിട്ടത്തില്ലല്ലേ ചിക്കൻ പപ്സ്, ഇങ്ങനെയൊക്കെയുള്ള ചിക്കൻ റോള്, ബർഗറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയല്ല ടൊമാറ്റോയൊക്കെ തിന്നേ വെക്കൂ. ഹെൽത്തിയാണോ? പോളിനെ പേടിച്ച ഇവിടെ ഒരുത്തൻ ഇതിൻ്റെ അകത്തെ ടൊമാറ്റോയൊക്കെ കഴിക്കുന്നത്. അപ്പം നിങ്ങളെ ഞാൻ എന്നും നിങ്ങളിന്നേക്ക് ഇവർക്ക് ചക്കയേ ഉള്ളൂന്ന്. അപ്പം ഞങ്ങൾ ചക്ക അങ്ങനെ ഒരുമിച്ചങ്ങ് പറക്കിയിട്ട് പിന്നെ ഫ്രീസറിലൊക്കെ എടുത്ത് വെക്കും. എന്നിട്ടാണ് ഈ 2-3 ദിവസം കൊണ്ട് വേവിച്ചത്. ഞങ്ങളുള്ളത് കൊണ്ടുള്ളേ ഉള്ളൂ. പിന്നെ പിള്ളേരെയും കൊണ്ടൊക്കെ ഇവിടെ ചക്ക വറക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്ത് വന്നേലും ആവശ്യത്തിന് ചക്കയും ചക്കപ്പഴവും ഒക്കെ കഴിച്ചു. മാങ്ങ അത്ര ആദ്യം സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു, പിന്നെ മാങ്ങയൊക്കെ തീർന്നായിരുന്നു. പിന്നെ ഓമയ്ക്കയൊക്കെ ഉണ്ടായിരുന്നു. ഓമയ്ക്കൊന്നും ഇവന്മാർക്ക് ഇഷ്ടമല്ല. പക്ഷേ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എനിക്കും പഴുത്ത ഓമയ്ക്ക ഡെയിലി ഉണ്ടായിരുന്നു. ഷീബ അന്ന് വന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നായിരുന്നു, പിന്നെ ചേച്ചി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കയ്ക്ക് അരപ്പൊക്കെ ഇട്ട് ചെറിയ തീയിൽ ഇനി ആവിയിൽ അവിടെ കിടക്കട്ടെ. അപ്പം മീൻകറി റെഡിയായി. അപ്പം അമ്മ സാമ്പാർ വയ്ക്കുന്നുണ്ട്. അപ്പം അമ്മ രാവിലെ എണീറ്റ് ഈ സാമ്പാർ തോരൻ അതിനൊക്കെ ഉള്ളതങ്ങ് അരിഞ്ഞെല്ലാം റെഡിയാക്കുക. പിന്നെ ഷീബയ്ക്ക് എന്തെങ്കിലും വെക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ അരിഞ്ഞ് കിട്ടുന്ന പരിപാടിയല്ലേ നമുക്ക് എല്ലാവർക്കും. അപ്പം അതുകൊണ്ട് അമ്മ രാവിലെ അങ്ങ് സാമ്പാറൊക്കെ അരിയാനായിട്ടൊക്കെ അങ്ങ് ഇരുന്നു. അപ്പം സാമ്പാറും ഇവിടെ റെഡിയായി. അപ്പം അമ്മയ്ക്ക് വയ്യാന്ന് ഇവിടെ പറഞ്ഞോണ്ടേ ഒരാൾ ചെയ്യുക വന്നു. അമ്മച്ചിക്ക് വയ്യാന്ന് പറഞ്ഞാൽ സിബൊക്കെ ഊരിയിട്, കാറ്റ് കയറട്ടെ. മതിയാക്കളെ ആളിനെ കാണാത്ത ഞാൻ ഇച്ചിരി സൂം ചെയ്ത് അമ്മച്ചിയുടെ സിബൊക്കെ പകുതി ഊരി വന്ന ആൾ കാറ്റ് കയറട്ടെ എന്നും പറഞ്ഞ് തടവുന്നത് ഇങ്ങനെ അടിക്കുക. എന്നിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊടുത്ത് എന്നിട്ട് പ്രാർത്ഥിക്കുക. അപ്പം ഞാനത് കുറച്ചങ്ങ് കട്ട് ചെയ്ത് അവിടെ ബാക്കിയുള്ളവർക്ക് ആഹാരം എടുത്ത് കൊടുക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അമ്മ ഇവിടെ നിന്ന് വയ്യ മക്കളെന്ന് പറഞ്ഞപ്പം ഓടി വന്ന് അമ്മച്ചിയെ ഹെൽപ്പ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ.